Hi friends, once again welcome back to AKS Media. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത് സിസ്സാണ്. കാരണം ഈ ഒരു വീഡിയോ ചെയ്യാൻ ഏറ്റവും അവകാശമുള്ള ഒരു വ്യക്തി സിസ്സാണ്. കാരണം സിസ്സിന്റെ ഒരു ചെറിയൊരു ഫോൺ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ് അല്ലേ? അതെ, ഞാനൊരു പുതിയതായിട്ടൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് എല്ലാവരുടെ ഫോണും ഓൾമോസ്റ്റ് ഹാങ് ആയി പോയിട്ടുണ്ടാവും, പഴയ കുറച്ച് മുന്നേ വാങ്ങിച്ച ആൾക്കാരൊക്കെ. അപ്പൊ എന്റതും അങ്ങനെ തന്നെ, എന്താ പറയാ, കുറച്ച് ഒരു 2 കൊല്ലത്തിന്റെ അടുത്തായി വാങ്ങിച്ചിട്ട്. അപ്പം അന്ന് അത്ര ഫീച്ചേഴ്സ് ഒന്നും ഉള്ള ഒരു ഫോണൊന്നും ആയിരുന്നില്ല വാങ്ങിച്ചത്. പക്ഷെ വാങ്ങിയത് റെഡ്മിന്റെ എന്താ നോട്ട് 7 ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു. പക്ഷെ അത് ഇപ്പൊ ഒരു എന്താ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നശിച്ചു പോയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് പലർക്കും നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മള് ഗൂഗിൾ മീറ്റിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നല്ലേ? അല്ല, നോട്ട്സ് ഒന്നും ടെക്സ്റ്റ് ബുക്ക് ഒന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മളെ ഫോൺ തന്നെയായിരിക്കും എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഈ ഫോണിന്റെ പ്രത്യേകത പറയുക ഇത് ഏതാ നമ്മള് ഫോണ് പറഞ്ഞല്ലേ? നമ്മുടെ ഫോണ് പറഞ്ഞു കഴിഞ്ഞാല് അക്ഷയ് എന്റെ മേലെ കുറ്റുണ്ടാക്കും. അക്ഷയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഫോൺ വാങ്ങിച്ചത്. കാരണം എന്താന്ന് വെച്ചാൽ അക്ഷയിനെക്കാളും ഫീച്ചേഴ്സ് കൂടിയ ഒരു ഫോണാണ് ഞാനിപ്പോ വാങ്ങിച്ചിട്ടുള്ളത്. അതാണ് അക്ഷയ്ക്ക് കുറച്ചൊരു പിടിക്കായിണ്ട്. ഫോണിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഇന്ന് വാങ്ങാൻ പോകുന്ന ഫോൺ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൺ ഏതാന്ന് വെച്ചാൽ ഓപ്പോ റെനോ 2F ആണ്. അതിന്റെ പ്രത്യേകത എന്താ അറിയാമോ? സംഭവം പോപ്പപ്പ് ആണ്. കാരണം എന്ന് വെച്ചാൽ എന്റെ ഫോണും പോപ്പപ്പ് ആണ്. ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്ത ഫോണ് ആദ്യമായിട്ട് ഈ വീട്ടില്, അല്ലെങ്കിൽ എന്താ ഓപ്പോ ആദ്യമായിട്ട് ഇറക്കിയ ഓപ്പോ F11 Pro ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പോപ്പപ്പ് ഫോൺ കേട്ടോ. അപ്പൊ അത് കണ്ടിട്ട് അസൂയ കൊണ്ടാണ് സിസ് ഇപ്പോ റെനോ വാങ്ങിയിരിക്കുന്നത്. കാരണം അതിന്റെ പോപ്പപ്പ് ആണ്. ഈ അക്ഷയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മീൻസ് ഒരു വീട്ടിൽ ഒരു പോപ്പപ്പ് അങ്ങനെയുള്ള ഒരു സമ്പ്രദായമായിരുന്നു അക്ഷയ്ക്ക്. എന്നെ സമ്മതിക്കുന്നേ ഇല്ല. ഞാൻ ആദ്യം റെനോ എടുക്കാന്ന് പറഞ്ഞപ്പോ റെനോ ഒന്ന് എടുക്കട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചാ നല്ല ഫോണല്ലടാ, പിന്നെ നമുക്ക് എന്താ റെനോ എടുക്കുന്നത്? അല്ല വേണ്ട റെനോനെക്കാളും നല്ലത് വേറെ ഏതെങ്കിലും ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. അവരാണ് എന്നോട് പറഞ്ഞത് റെനോ എടുത്താൽ മതി, ഈ ഒരു ബഡ്ജറ്റിന് ഏറ്റവും നല്ല ഫോൺ റെനോ ആണ്. എങ്കിലും ഈ വീട്ടിൽ ആദ്യമായിട്ട് പോപ്പപ്പ് ഇറക്കിയത് ഞാനാണ് കേട്ടോ. അപ്പൊ അക്ഷയ് പറഞ്ഞു റെനോ എടുക്കണ്ടെന്ന്. എന്തുകൊണ്ട് അക്ഷയ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാം? ഒരു വീട്ടിൽ ഒരു പോപ്പപ്പ് മതി എന്നുള്ള അക്ഷയിന്റെ എന്താ പറയാ, അക്ഷയിന്റെ തോട്ടാണ് അതിന്. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഓപ്പോ എന്താ പറയാ, റെനോനെക്കാട്ടും നല്ലൊരു ഫോണൊക്കെ വാങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തോ കറങ്ങി തിരിഞ്ഞ് ആ പോപ്പപ്പ് തന്നെ വന്ന് നിന്നു. അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്തായാലും ഇന്നിപ്പോ ഇത് അൺബോക്സ് ചെയ്യുന്നതോടെ തന്നെ ഒരു വീട്ടില് 2 പോപ്പപ്പ് വരികയാണ്. അതിന്റെ ചെറിയൊരു വിഷമമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുരുമൊന്നുമല്ല കേട്ടോ. എന്തായാലും ഇനിയിപ്പോ എനിക്ക് എന്താ വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എന്റെ ഇതിനെക്കാട്ടും സ്പെക്ക് കുറച്ച് കൂടുതലുള്ള ഫോണാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ എനിക്ക് തരുന്ന പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും ക്യൂരിയോസിറ്റി നമുക്ക് തുറക്കാം. ഇവിടെ വന്നിട്ട് ഒരു 7 ദിവസം മുന്നേ നമ്മൾ ഇതാക്കിയല്ലേ? 7 ദിവസം ഒന്നും ആയിട്ടില്ല കേട്ടോ, ഒരു 4-5 ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടത്. അപ്പൊ 24th നമ്മൾ ഓർഡർ ചെയ്തത്. ഇപ്പൊ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 28th ആണ്. 4 ദിവസമായിട്ടേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഫ്ലിപ്കാർട്ടിലാണ് ഓർഡർ ചെയ്തത്. അവർ പെട്ടെന്ന് എത്തിച്ചിട്ടുണ്ട്. ഡെലിവറി ബോയ് ഇവിടെ എത്തിയിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. അതിനെ കൊണ്ട് തന്നെ ഇത് അൺബോക്സ് ചെയ്യണം ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും നമുക്ക് ഒരു അൺബോക്സിംഗ് വീഡിയോ എടുക്കാം. അതിനെ കൊണ്ട് തന്നെ കുറച്ച് ലാഗായി പോയി. ഒരു 3-4 മണിക്കൂർ ഇതിങ്ങനെ ബോക്സ് ആയിട്ട് നിന്ന് കുറെ പൊട്ടിക്കാരെ നോക്കി ഞാൻ സമ്മതിച്ച്. ഞാൻ പറഞ്ഞ എന്തായാലും നമുക്കൊരു അൺബോക്സിംഗ് എടുക്കാം. എന്തായാലും വാങ്ങിയതല്ലേ, ജസ്റ്റ് ഒന്ന് ചെയ്തു വെക്കാതെ. അപ്പൊ ഞാൻ എന്തായാലും ഇനി പറഞ്ഞ് തീർച്ചിപ്പിക്കുന്നത് നമുക്ക് എന്തായാലും പോയിട്ട് ഇനി അൺബോക്സ് ചെയ്യാം. സിസ്സാണ് കേട്ടോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അക്ഷയ് ക്യാമറയുടെ വിവിധ ആംഗിളുകളൊക്കെ ഇങ്ങനെ നോക്കി അവസാനം കണ്ടുപിടിച്ചൊരു ആംഗിളാണ് ഇത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ ഇത്രയും സ്ട്രെയിറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഡ്രോൺ വെച്ചിരുന്ന ക്യാമറ കെട്ടിത്തൂക്കൊക്കെ ചെയ്തത് നല്ലൊരു ആംഗിൾ അല്ലേ? ഈ ആംഗിൾ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക കേട്ടോ. പൊട്ടിക്കരുത്. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇത് പൊളിച്ചു നോക്കാം. എന്തായാലും പൊളിക്ക് ചങ്കിളെ പൊളിച്ചടുക്ക് അടിപൊളി ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു.
കാരണം ഞാൻ ഒരുപാട് കാലമായി വിചാരിക്കുന്നു എന്റെ ഫോണൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇപ്പോഴാണ് അവസരം കിട്ടിയത്, അല്ലാതെ ഇപ്പോഴാണ് സമ്മതിച്ചത്. ഓക്കെ, അപ്പൊ 2 കൊല്ലാന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് മാറ്റണ്ടെന്നൊക്കെ എല്ലാരും പറഞ്ഞിരുന്നു. പക്ഷെ തീരെ അതിനെ കൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കുന്ന ഒരു ഫോണാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് വാങ്ങിക്കുന്നതുകൊണ്ട്. എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. ഞാൻ തുറക്കട്ടെ. വലിയ പാക്കിംഗ് ആണ്. ഇത്ര വലിയ ഫോണ് നോക്കി നോക്കി. സാധാരണ ഒരു ഫോണിന്റെ ബോക്സ് ഇത്ര വലുപ്പം ഉണ്ടാവുമോ? ഇത് കുറെ ഇല്ലേ? നിങ്ങൾ പറ കേട്ടോ. എന്റെ ഒക്കെ ഫോൺ വാങ്ങുമ്പോ അതിന്റെ പകുതി ഇത്രേ ഉള്ളൂ. ഉണ്ടോ? ഇനിയിപ്പോ കിട്ടിയോ കല്ലെങ്ങാനായിരിക്കും ഉള്ളിൽ. ഇവനെ നോക്കണോ? ഇവൻ നമ്മുടെ അല്ല, ഞാനിങ്ങനെ കണ്ടോ, നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്യണമല്ലോ. വലിയൊരു ബോക്സ് ഒക്കെ തുറക്കുവായിരുന്നു. പോക്കണേ. അപ്പൊ നമ്മൾ ഇത് തുറക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഞാൻ ഒരുപാട് കാലമായിട്ട് വിചാരിക്കുന്നു എന്റെ ഫോണൊന്ന് മാറ്റണം എന്ന്. ലാസ്റ്റ് ഇപ്പോഴാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് നോക്കാം, ഈ തുറന്നു കഴിയുമ്പോഴും ആ ഹാപ്പിനെസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. സോ ഓപ്പോ റെനോ F2 ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ ഓപ്പോന്റെ. കാരണം വെച്ചാൽ അവരും നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നില്ല. നമ്മൾ സ്വന്തം തന്നെ പൈസ മുടക്കി വാങ്ങിയിട്ട് അൺബോക്സ് ചെയ്യാണ്. സിക്സിന്റെ പൈസ കേട്ടോ, എന്റെ പൈസ പോലെയല്ല. സോ അൺബോക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സാധനം കയ്യിലുണ്ട്, കാണിച്ചു കൊടുക്കാം. നമ്മുടെ ഫോണ് വൈറ്റ് കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. യൂസ് ചെയ്തല്ല, വാങ്ങിയിരിക്കുന്നത്. സോറി, വൈറ്റ് കളറാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതാണ് ഫോൺ കേട്ടോ. എന്റെ ഫോണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനത്ര ബെറ്റർ ഒന്നല്ല, എന്നാലും നമുക്ക് നോക്കാം. ഇത് അവരൊരു കേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കേസ്. നല്ല ക്വാളിറ്റി ഉള്ള കേസ് തന്നെയാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇയർഫോണോ? ഇയർഫോൺ. ഓപ്പോ എല്ലാവർക്കും ഇയർഫോൺ കൊടുക്കും കേട്ടോ. ഇയർഫോൺ ഉണ്ട് നമുക്ക്. ഇയർഫോൺ ഉണ്ട്. ഇയർഫോൺ ആണ് ഇത്. ഇയർഫോൺ തന്നെ. ഇത് കണ്ടില്ലേ, വയറ് കണ്ടില്ലേ? പിന്നെ എയർപോഡ് കൊടുക്കാത്ത ഇതാ നമ്മുടെ ചാർജർ ഉണ്ട്. സെയിം ചാർജർ ഉണ്ട് കേട്ടോ. എന്റെ ചാർജർ ഇതേപോലെ തന്നെ വൈറ്റ് തന്നെയാണ്. പിന്നെ ഇതാ ഇത് ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. സിം ആക്ടിവേറ്റ് സിം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി കുത്തി തുറന്ന സാധനം ഇല്ലേ, അതാണിത്. സോ ഇത്രയാണ് ഗൈസ് നമ്മുടെ സാധനങ്ങൾ. സോ ഇത്രയും സാധനങ്ങളാണ്. ഫോൺ ഈസ് ഔട്ട്. അതെ, അൺബോക്സ് ചെയ്തിരിക്കുന്നു. ഔട്ട് ഓഫ് ബോക്സ് ആയി അല്ലേ? സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റെനോ 2F. ഇതാണ് നമ്മളിപ്പോൾ ഓൺ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ എന്തായാലും പോയിട്ട് ചാർജൊക്കെ ചെയ്യണം. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെ ഡിസ്പ്ലേ അമോൾഡ് ഡിസ്പ്ലേ ആണ്. പുറകിലാണെങ്കിൽ 4 ക്യാമറ വരുന്നുണ്ട്, വൈഡ് ആംഗിളും കാര്യങ്ങളൊക്കെ. 60 പുറകിൽ 48 ആണ് തോന്നുന്നു അല്ലേ? 48. അതേപോലെ തന്നെ 8, 6 ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ സിസ് എന്തായാലും ഹാപ്പിയാണ്. കാരണം എന്താ, എന്നെക്കാട്ടൊരു സ്പെക്ക് കൂടിയൊരു ഫോണാണല്ലോ കയ്യിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് മുഖത്ത് കാണുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ എന്തായാലും നോക്കി നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെയാണ്. എന്തിനെക്കാട്ടും കുറച്ചും കൂടി സ്റ്റെബിലൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് പോപ്പപ്പ് ആണ്. 60 MB പോപ്പപ്പ് ക്യാമറയാണ്. അതേപോലെ തന്നെ പുറകിലാണെങ്കിൽ 48, 8, 2 എന്നുള്ള അങ്ങനെ 4 ക്യാമറയാണ് വരുന്നത്. 6 GB റാമും 256 റോമും ആണ് ഇതിൻ്റെ ഇന്റേണൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അമലോയിഡ് ഡിസ്പ്ലേ ആണ്. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിന് കൂടുതലുണ്ട്. സോ അത്രയൊക്കെ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ 2 ക്യാമറയാണ് ബാക്കുള്ളത്, 2 ആണ്. പക്ഷേ ഇത് 4 ക്യാമറ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. സോ എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്കിത് യൂസ് ചെയ്ത ശേഷം സിസിനെ കൊണ്ട് തന്നെ ഒരു റിവ്യൂ വീഡിയോ പോലെ നമുക്ക് ചെയ്യാം. ഇതെന്തായാലും ഇപ്പോൾ അൺബോക്സിംഗ് അല്ലേ, നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം ഒരു റിവ്യൂ മോഡിൽ സിസ് തന്നെ ഇറക്കുന്നതായിരിക്കും കേട്ടോ. സോ എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തൂടെ? അപ്പോൾ എല്ലാവർക്കും AKS മീഡിയയുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.